ടി ജി, ഇറാൻ, അമേരിക്ക, ഇസ്രായേൽ ഈ ഒരു ഇടയ്ക്കൊരു വെടിനിർത്തലിന് ശേഷം വീണ്ടും അവിടെ ഇവിടെയൊക്കെ അടിയും മിസൈലും ആകെ പ്രശ്നമാണ് വീണ്ടും. ഇതിപ്പോൾ ഒന്ന് തീർന്നു എന്ന് പറഞ്ഞ് നമ്മൾ സമാധാനിച്ചു, ഹോർമൂസ് തുറന്നു, അത്യാവശ്യം നീക്കങ്ങളൊക്കെ ചരക്ക് നീക്കങ്ങളും മറ്റേ LPGയും അതൊക്കെ വന്നു, ഇതൊക്കെ ഓക്കെ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. വീണ്ടും അടുത്ത പ്രശ്നം. അവിടെ മതമാണ് പ്രശ്നം, വേറെ ഒന്നുമല്ല. അതുകൊണ്ടാണ് അത് തീരാതെ കിടക്കുന്നത്. അതായത് ജൂതനും മുസ്ലിമും ക്രിസ്ത്യാനിയും തമ്മിലുള്ള അടിയാണ്. അതിൽ ഹിന്ദുവിന് യാതൊരു റോളും ഇല്ല. അതുകൊണ്ടാണ് ഇന്ത്യ മാറി നിൽക്കുന്നത്. തല വെച്ചാൽ അടുത്ത മതം കൂടെ തല വെച്ചു എന്നാകും. അങ്ങനെയാണ് അതിൻ്റെ വ്യാഖ്യാനം പോകാൻ പോകുന്നത്. ഇവർ തമ്മിൽ വലിയ ലോഹ്യത്തിലായിരുന്നു, ജൂതനും മുസ്ലിമും. ഇതൊക്കെ മൂന്നും സെമറ്റിക് മതങ്ങൾ എന്നറിയപ്പെടുന്ന ചില ബലപ്രയോഗങ്ങളും ഒക്കെ ഉള്ള ആൾക്കാരാണല്ലോ. അപ്പോൾ അതിലെ എണ്ണത്തിൽ ഏറ്റവും കുറവാണ് ജൂതന്മാർ ലോകത്തിൽ തന്നെ. ബട്ട് അസാമാന്യമായ ബുദ്ധിശക്തിയും തൻ്റെ ഇടവും മെയ്ക്കരുത്തും ഒക്കെയുള്ള ആൾക്കാരാണ് ജൂതന്മാർ. അവർ ഇറാനുമായിട്ട് നല്ല ദോസ്തായിരുന്നു. ഇറാനിൽ ആണവ നിലയങ്ങൾ സ്ഥാപിക്കാനായിട്ട് ഇനീഷ്യലി അതിൻ്റെ ടെക്നോളജിയൊക്കെ ട്രാൻസ്ഫർ ചെയ്തത് ഇസ്രായേലാണ്. ഇതെല്ലാം തകിടം മറിയുന്നത് ഇറാനിൽ മതഭരണം വന്നു കഴിഞ്ഞപ്പോഴാണ്. 79 അയത്തുള്ള ഖൊമനി അധികാരത്തിലേറ്റ് ഇസ്ലാമിക വിപ്ലവം നടത്തി ഇറാൻ പിടിച്ചെടുത്തു. അന്ന് തുടങ്ങിയ പ്രശ്നമാണ്. അതിനുശേഷം ഇവർ ഡെത്ത് ടു ഇസ്രായേൽ, ഡെത്ത് ടു അമേരിക്ക മുദ്രാവാക്യം ടെഹ്റാനിൽ വലിയൊരു ക്ലോക്ക് വെച്ചു. 2040 അത് 41 ഏതോ ഒരു ഡേറ്റ്. ആ ഡേറ്റിനുള്ളിൽ ഇസ്രായേൽ ഭൂമുഖത്തു നിന്ന് തുടച്ചു നീക്കപ്പെടും. അങ്ങോട്ടുള്ള കൗണ്ട് ഡൗൺ ഈ ക്ലോക്കിൽ ഇങ്ങനെ കാണിക്കും. ഓരോ ദിവസം, ഓരോ മണിക്കൂർ, ഓരോ സെക്കൻഡായിട്ട് എല്ലാവർക്കും കാണാം. ഇത് ഇസ്രായേലിൻ്റെ ഉറക്കം കെടുത്തുന്ന പരിപാടിയല്ലേ. ആണവശക്തിയാകാൻ പോകുന്നു, ഇസ്രായേലിനെ തുടച്ചു നീക്കാൻ പോകുന്നു, അതിൻ്റെ കൗണ്ട് ഡൗൺ ക്ലോക്കും വെച്ചിരിക്കുന്നു. അപ്പോൾ ഇസ്രായേലിന് ഉറക്കം നഷ്ടപ്പെടുകയും ഇസ്രായേൽ മുഖ്യശത്രുവായിട്ട് ഇറാനെ പ്രഖ്യാപിക്കുകയും മേജർ ഈവിൾ, നമ്പർ 1 ഈവിൾ ഇറാൻ എന്ന് പറഞ്ഞിട്ട് യുണൈറ്റഡ് നേഷൻസിൽ നെതന്യാഹുവിൻ്റെ ആ പ്രസിദ്ധമായ പ്രസംഗമുണ്ടല്ലോ, വലിയ ചാർട്ടൊക്കെ ഭൂപടമൊക്കെ കാണിച്ചിട്ട് അതിൽ ഇറാനെ ചുമന്ന അക്ഷരത്തിൽ അടയാളപ്പെടുത്തി, ചുമന്ന പെയിൻ്റൊക്കെ അടിച്ച്. അപ്പോൾ അങ്ങനെ അവർ ബദ്ധശത്രുക്കളായിട്ട് മാറി. അമേരിക്കയാണെങ്കിൽ ലോക പോലീസാണ് എന്നവർ വിചാരിക്കുന്നു. കുറച്ചൊക്കെ ആണ് തന്നെ. അപ്പോൾ അവർ ഈ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന ആ പ്രദേശം മൊത്തം, അതായത് ലെബനൻ, സിറിയ, ഇറാഖ്, ഇസ്രായേൽ, ജോർദാൻ, തുർക്കി, ഇറാൻ, പിന്നെ ഗൾഫ് രാജ്യങ്ങൾ എല്ലാം, സൗദി അറേബ്യ, UAE, അങ്ങനെ പോയിട്ട് അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ വരെ അവരുടെ നിയന്ത്രണത്തിലായിരിക്കണം. അതിൽ നമ്മളും ഉണ്ട് കേട്ടോ, ഇന്ത്യയൊക്കെ ഉണ്ട്. ഏതായാലും മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന ആ സ്ഥലത്ത് ആധിപത്യം ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ട് ഇവരെ തമ്മിൽ തല്ലിക്കണം, ഇൻസെക്യൂരിറ്റി ഉണ്ടാക്കണം രാജ്യങ്ങളിൽ. എന്നിട്ട് നിൻ്റെ സെക്യൂരിറ്റി ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറയണം. അങ്ങനെയാണ് GCC രാജ്യങ്ങളിലെല്ലാം അമേരിക്ക സൈനിക താവളങ്ങൾ വയ്ക്കുന്നത്. അമേരിക്ക എന്ന തമ്പുരാൻ നമ്മളെ സംരക്ഷിച്ചോളും, നമ്മളൊന്നും ചെയ്യണ്ട എന്ന് വിചാരിച്ചിട്ട് സുഖമായിട്ട് അവർ കഴിഞ്ഞു. ഇപ്പോൾ ആ താവളങ്ങളുടെ നേർക്ക് എന്നുള്ള പേരിലാണ് ഇറാൻ ഇവരെ ആക്രമിക്കുന്നത്. ഇറാന് അതിനകത്ത് ഉള്ളിൽ വേറൊരു സന്തോഷം കൂടെയുണ്ട്. ഗൾഫ് രാജ്യങ്ങൾ സുന്നിയാണ്, ഇറാൻ ഷിയയാണ്. ആ കണക്കും ഇറാൻ തീർക്കുന്നുണ്ട്. ഇറാന് ജൂതന്മാരായ ഇസ്രായേലികളോടുള്ള ഏകദേശം അതേ ദേഷ്യം സുന്നികളോടുമുണ്ട്. ലോകത്ത് ഏറ്റവും അധികം വൈരമുള്ള 2 ഗ്രൂപ്പുകൾ ഏതാണെന്ന് ചോദിച്ചാൽ ഇപ്പോഴും ഷിയായും സുന്നിയുമാണ്. അത് കഴിഞ്ഞേ ഉള്ളൂ മുസ്ലിം, ജൂതൻ എന്നുള്ള സമവാക്യമൊക്കെ. അപ്പോൾ ആ ഒരു കണക്കും അവർ തീർക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഗസയുടെ കാര്യത്തിൽ ഇറാൻ വലിയ ബലം പിടുത്തമൊന്നും നടത്തിയില്ല. ഗസ കിളച്ചു മറിച്ചു,
ഗസയിൽ ബോർഡ് ഓഫ് പീസ് ഉണ്ടായി. ഇതൊന്നും ഇറാനെ വലുതായിട്ട് ബാധിച്ചില്ല. ഇറാൻ്റെ കൂലിത്തല്ലുകാരായിരുന്നു ഹമാസ്. പക്ഷേ അവർ സുന്നികളാണ്, പോകുന്നതും പോട്ടെ എന്ന് വിചാരിച്ചു ഇറാൻ. പക്ഷേ ലെബനനിൽ ഹിസ്ബുള്ളയുടെ കാര്യം വന്നു കഴിഞ്ഞപ്പോൾ ഇറാൻ ബലം പിടിച്ചു. കാരണം ഹിസ്ബുള്ള ഷിയയാണ്. അതുകൊണ്ടാണ് ലെബനനെ ആക്രമിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഈ MOUവിൽ ലെബനൻ ഒരു വിഷയമാക്കിയത് ഇറാനാണ്.